ആദ്യം പ്രൊഫസർ കുസുമം ജോസഫ്, ഇക്കാര്യത്തിൽ അതിജീവിതയായ നടിക്കൊപ്പം എന്ന ഒരു കൂട്ടായ്മ രൂപീകരിച്ചിട്ടുണ്ട്. അത് ഇത്തരത്തിൽ ജുഡീഷ്യൽ രംഗത്ത് പിഴവ് പറ്റിയവരെ ശിക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ഒരു പുതിയ ഉപഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു. നിങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യം തന്നെയാണോ യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാർ ഉപഹർജിയുമായി ഹൈക്കോടതിയിലേക്ക് എത്തിയിരിക്കുന്നത്? ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യം ഓരോ മജിസ്ട്രേറ്റ് കോടതിക്കൊക്കെ നിർദ്ദേശം നൽകണം എന്നുള്ളതല്ല. ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് കൃത്യമായും ആരാണോ ഈ മെമ്മറി കാർഡ് ആക്സസ് ചെയ്തത് അവർക്കെതിരെ നടപടി വേണം എന്നുള്ളതാണ്. അത് കോടതിയിൽ സംഭവിച്ചു എന്നുള്ളത് ഏറ്റവും മാരകമായ തെറ്റാണ്, ഏറ്റവും വലിയ ശിക്ഷ അർഹിക്കുന്നതാണ്, പൊതുജനത്തെ ഭയപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. എല്ലാ മനുഷ്യരും കോടതിയിലേക്ക് പോകുന്നത് അവസാനത്തെ ആശ്രയമാണ് മനുഷ്യൻ്റെ. ഏറ്റവും നീതിപൂർവം പ്രവർത്തിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ എല്ലാ പരാതിക്കാർക്കും നീതി കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്ന ഇടമാണത്. അവിടെ നിന്ന് അങ്ങേയറ്റത്തെ അനീതി സംഭവിച്ചിരിക്കുന്നു, അങ്ങേയറ്റത്തെ തെറ്റ് സംഭവിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അവർ കുറ്റം ചെയ്തിരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ അവർ കുറ്റം ചെയ്തിരിക്കുന്നു. ആ കുറ്റം ചെയ്ത ആളുകൾക്കെതിരെ നടപടിയാണ് ഞങ്ങളുടെ ആവശ്യം. ഇതിന് കീഴ്ക്കോടതികളിലേക്ക് നിർദ്ദേശം നൽകണം എന്നൊക്കെ പറയുന്നത്, നിർദ്ദേശം നൽകിക്കോട്ടെ, നമുക്ക് പരാതിയൊന്നുമില്ല. പക്ഷേ ഇവർക്കാർക്കും നിർദ്ദേശത്തിൻ്റെ കുറവ് കൊണ്ടല്ലല്ലോ ഇത് സംഭവിച്ചത്. സുപ്രീം കോടതിയുടെ വളരെ കൃത്യമായ മാർഗനിർദ്ദേശം ഉള്ളതാണ്. എങ്ങനെയാണ് വീഡിയോ തുടങ്ങിയ കാര്യങ്ങൾ ഏറ്റവും ഇതിൻ്റെ പരാതിക്കാരികൾക്ക് അല്ലെങ്കിൽ പരാതിക്കാർക്ക് അപകടരഹിതമായി അതെങ്ങനെ പരിശോധിക്കാം എന്ന് വളരെ കൃത്യമായി അവർ പറഞ്ഞിട്ടുണ്ട്. പ്രൈവസി അത് വളരെ പ്രധാനമാണ്. ഇത് വളരെ സെൻസിറ്റീവായ ഒരു വിഷയമല്ലേ. ഒരു സ്ത്രീയുടെ വളരെ സ്വകാര്യമായ, അങ്ങേറ്റത്തെ അപകടകരമായ വ്യക്തിജീവിതത്തെ വളരെ ഭീകരമായി ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ഒരാളെ ലൈംഗികമായി ആക്രമിച്ച് അതിൻ്റെ ചിത്രങ്ങൾ, അതിൻ്റെ വീഡിയോ എടുത്ത്, അതാണ് ഈ പറയുന്ന തൊണ്ടി മുതൽ ഇങ്ങനെ ഓരോരുത്തർ അവരവരുടെ സൗകര്യം പോലെ കൈകാര്യം ചെയ്യുക, ഓരോരുത്തർ അവരുടെ സൗകര്യത്തിന് ഇട്ട് കാണുക. ഇത് കാണുക മാത്രമാണോ ചെയ്തിട്ടുണ്ടാവും? ഇത് എത്ര പരസ്യപ്പെട്ടിട്ടുണ്ടാവും, എത്ര ആളുകളുടെ കയ്യിൽ എത്തിയിട്ടുണ്ടാവും? ഈ പരാതിക്കാരിയുടെ അല്ലെങ്കിൽ ഈ ഇരയുടെ, അതിജീവിതയുടെ അവസ്ഥ എന്താണ്? അത് നമ്മളെ ഓരോരുത്തരെയും ഭയപ്പെടുത്തണ്ടേ? കോടതികൾ ഇത്ര നിരുത്തരവാദപരമായി പെരുമാറിയാൽ അവർക്ക് നിയമം അറിയാഞ്ഞിട്ടാണോ? തൊണ്ടി മുതൽ ഇങ്ങനെ തോന്നിയതുപോലെ കൊണ്ടുപോകാം എന്ന് എവിടെയെങ്കിലും ഉണ്ടോ? ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഇനി അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് കോടതിയുടെയൊക്കെ അവസ്ഥ? അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ പരാതിക്കാരിയുടെ ആവശ്യം അവർ കൃത്യമായി ഇത് എത്തണം, അവർക്ക് ഈ റിപ്പോർട്ട് അവരുടെ കയ്യിൽ കിട്ടണം, ആ റിപ്പോർട്ടിന് ആധാരമായ മൊഴികൾ അവർക്ക് വേണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് അവർ പരാതി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് ആവശ്യപ്പെടട്ടെ, നല്ലത് തന്നെ. മജിസ്ട്രേറ്റ് കോടതി ഉൾപ്പെടെയുള്ള കീഴ്ക്കോടതികൾക്ക് ഇത്തരം വിഷയങ്ങളിൽ അതെങ്ങനെയാണ് ഈ ഇലക്ട്രോണിക് ഡിവൈസസ് കൈകാര്യം ചെയ്യേണ്ടത്, അതായത് ഇങ്ങനെയുള്ള തൊണ്ടി മുതലുകൾ എങ്ങനെ ഏറ്റവും സുരക്ഷിതമായി കൈകാര്യം ചെയ്യാമെന്നുള്ള നിർദ്ദേശം കൊടുക്കണം എന്നാണ്. നിർദ്ദേശം കൊടുക്കട്ടെ. ഈ 2023 ഡിസംബർ 7 ജസ്റ്റിസ് കെ ബാബുവിൻ്റെ വിധിയോടൊപ്പം തന്നെ, അതായത് ഈ പരാതിക്കാരി ആവശ്യപ്പെടുന്നത് തൻ്റെ ഈ ദൃശ്യങ്ങളുള്ള തൊണ്ടി മുതൽ പലതവണ ആക്സസ് ചെയ്യപ്പെട്ടതായി FSL റിപ്പോർട്ടുണ്ട്. അത് ശരിയാണോ എന്ന് അന്വേഷിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ അതിജീവിത കൊടുത്ത പരാതിയിലാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം വന്നിരിക്കുന്നത്. ഇത് ഏറ്റവും ഭയങ്കരമായ ഒരു കുറ്റമാണ് എന്ന് തന്നെയാണ് ഹൈക്കോടതി അന്ന് എഴുതിയിരിക്കുന്നത്. ഇത് ജുഡീഷ്യറിയുടെ അന്തസ്സ് പാലിക്കാൻ, ജുഡീഷ്യൽ പ്രോസസ്സിൻ്റെ മാജസ്റ്റി നിലനിർത്താൻ, അതിൻ്റെ പ്യൂരിറ്റി നിലനിർത്താനൊക്കെ ജനത്തോട് പറയണം എന്നാണ്. ഇങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന്. പക്ഷേ അന്വേഷിച്ചു നോക്കുമ്പോൾ എന്താണ് കാണുന്നത്? ഈ റിപ്പോർട്ടിൽ പറയുന്നത് 3 തവണ ഇത് ആക്സസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ 3
ഈ വളരെ കൃത്യമായി സുരക്ഷിതമായി തീർച്ചയായും കോടതിയുടെ നിയന്ത്രണത്തിൽ തന്നെയാണ് ഈ പറയുന്ന അനീതി ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് ഉന്നയിക്കപ്പെടേണ്ട, പൊതുസമൂഹത്തിൽ ഉന്നയിക്കപ്പെടേണ്ട വിഷയം തന്നെയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അതിജീവിതയായ നടിക്കൊപ്പം എന്നുള്ള കൂട്ടായ്മ രൂപീകരിച്ചിരിക്കുന്നത്. വളരെ പ്രശംസനീയമായ കാര്യം തന്നെയാണ്. Debate with MV Nikesh Kumar.